ഹായ് ബഡീസ്. അത് നമ്മളിങ്ങോട്ട് എത്തിയിട്ടാ. ആസ്റ്റർ ഹോസ്പിറ്റലിലേക്കായിരുന്നു വാടക. നമ്മുടെ എറണാകുളത്തുള്ള വലിയൊരു ഹോസ്പിറ്റലാണ്. ഞാൻ ആദ്യമായിട്ട് വരണേ. അങ്ങനെ നമുക്കൊരു ഓട്ടം കിട്ടി. ഇനി ഓട്ടം കിട്ടുന്ന കാര്യം റിസ്ക്കാണ്. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴേക്കും ഏകദേശം ഒരു 6 മണി 7 മണിയാവും. കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇന്നത്തെ കാര്യം സെറ്റായി. ഇത് നമ്മുടെ വണ്ടി സ്മൂത്താട്ടോ. എന്ത് സുഖമാണ് ഓടിക്കാൻ. പൊളിയാ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചാൽ എല്ലാവരും ഫുഡ് കഴിച്ചാൽ ഇന്നത്തെ ഓട്ടം ഇതായിരിക്കും തോന്നുന്നു. ഓക്കെ, വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് കമ്പനി അവോയ്ഡ് ചെയ്തിരിക്കാം. നമുക്ക് അലൗഡ് ഇല്ല. ഞങ്ങാനും നമ്മൾ വീഡിയോ എടുത്തിട്ട് കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നമ്മുടെ ഫീഡ്ബാക്കിന് പ്രശ്നമാക്കും. അതുകൊണ്ട് വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കാൻ എളുപ്പമല്ല. അപ്പം ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴും ഇതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ഓരോ ദിവസത്തെ കാര്യങ്ങൾ. വേഗം എൻ്റെ ഒരു ദിവസത്തെ ഓട്ടം കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്താൽ മതി. വീഡിയോസ് ഇനി വരും. സ്ഥിരമായിട്ട് ഇങ്ങനെ വീഡിയോസ് ഇടാനുള്ള പരിപാടിയാണ്. എല്ലാവരും ഒന്ന് സബ് ചെയ്യുക. ഹാപ്പി ഹോം എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഓക്കെ, ഞാൻ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ ഫാമിലീനെയും എല്ലാവരും ഞാൻ പരിചയപ്പെടുത്താം. ഓക്കെ, ബൈ. എല്ലാവരും ഫുഡ് കഴിച്ചാൽ എല്ലാവരും ഫുഡ് കഴിച്ച് സെറ്റായിരിക്കുക. ഹാപ്പി ആയിട്ടിരിക്കും. ഹോസ്പിറ്റലിൽ എന്തൊരു ഹോസ്പിറ്റലാണ്. ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇവിടെ നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞാൻ പാർക്ക് ചെയ്യാൻ പോയതാണ്. പക്ഷേ അവിടെ 80 രൂപ 50 രൂപയ്ക്കാണ് പാർക്കിങ്ങിനെ പറയണത്. നമ്മുടെ എല്ലാം കഴിഞ്ഞാൽ കസ്റ്റമർ ആകെ ഒരു 100 രൂപ തന്നോളാം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ നേരെ അതിൻ്റെ പുറത്ത് ഔട്ട് സൈഡ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ഇനി കസ്റ്റമർ വിളിക്കുമ്പോൾ ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. കണ്ടാ, ആ വഴി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോകും. വണ്ടികളൊക്കെ പോകണ്ട. വഴി അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോകും. വളഞ്ഞ് തിരിഞ്ഞ് പോകണം എൻ്റെ എൻട്രൻസ്. ഇപ്പം ഇതാണ് ഇന്നത്തെ ഇത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് കൂളായിട്ട് സെറ്റായിട്ടിരിക്കുക. ബൈ. അടുത്ത ഓട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇതിൽ പറയണതാണ്. ഇതാണ് എൻ്റെ ഒരു ദിവസത്തെ ഏകദേശം ഓട്ടം കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.